ഓക്കെ. കുംഭമേള എന്ന് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് 2-3 മാസങ്ങൾക്ക് മുമ്പ് ആ വാക്ക് കേട്ടത് നമ്മളത് കേട്ട് കൊതിച്ചതും പോകാൻ പറ്റില്ല. കേരളത്തിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം മലയാളികൾക്കുണ്ടാകും അപ്പോൾ തന്നെ മനസ്സിലോർത്തു രാവിലത്തെ പൂജ അറ്റൻഡ് ചെയ്തു, സ്നാനം കഴിഞ്ഞു, വൈകുന്നേരത്തെ ആരതികളൊക്കെ തൊഴുതു. സത്യത്തിൽ എന്താണ് ഈ കണ്ടത് എന്ന് തിരിച്ചു അത്ഭുതകരമായ അനുഭവം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്, മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇനി 2 വർഷം കഴിഞ്ഞ് ഇത് ഉള്ളൂ എന്ന് കേട്ടപ്പോൾ സങ്കടം പോകും. പിന്നെ എനിക്ക് തോന്നിയത് മറ്റ് പല സ്ഥലത്തൊക്കെ ഇതിങ്ങനെ ഒരു 6 മാസത്തിലൊരിക്കലും 1 കൊല്ലത്തിലൊരിക്കലും ആവർത്തിക്കാവുന്നതാണ്. കാരണം ഒരുപാട് പഠിക്കാൻ, പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് സമാധാനത്തിൻ്റെ വഴി. അതിൽ പറയുന്ന മുഴുവൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചിന്തയുടെയും ഒക്കെ കാര്യങ്ങളാണ്. അപ്പോൾ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും ചിന്തയും എല്ലാം സമാധാനപരമാണ്. അവിടെ ഭക്തി അത് കടന്നു വരും. ഈ ഭക്തിയാണ് എനിക്കിന്ന് ഇവിടെ തോന്നിയത്. സത്യത്തിൽ സ്നാനത്തിന് ചെന്ന് നിന്നപ്പോൾ ആദ്യത്തെ കുറച്ച് മന്ത്രങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞ് ഞാനും ഏറ്റുപറഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വെള്ളത്തിൽ ഭസ്മത്തിൻ്റെ നിറം സ്പർശിക്കാൻ, ഒരു എക്സാജറേഷനായിട്ട് വേണമെങ്കിൽ ബുദ്ധിജീവികൾക്ക് പറയാം, എനിക്ക് തോന്നിയ കാര്യമാണ്. അതെനിക്ക് വല്ലാണ്ട് എന്നെ ഭക്തിയുടെ ഉന്നതിയിലേക്ക് കൊണ്ടുപോയ ഒരു നിമിഷം കൂടിയാണ്. വൃത്തിയായിട്ട് കുളിച്ചു 3 പ്രാവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഭക്തി നിർഭരമായ നിഷ്കളങ്കമായിട്ട് നടന്ന് പോരുന്ന കാര്യങ്ങൾ, അതിനകത്ത് യാതൊരു കാപട്യവും കളക്കൂല, നേരെയുള്ള കാര്യം പറയും. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൃശ്യവിസ്മയത്തോടുകൂടി. എനിക്ക് തോന്നിയത് ഒരു ഈ ഡോൾബി ചിത്രങ്ങളൊക്കെ വന്ന കാലഘട്ടത്തിൽ 70mm സിനിമ വിത്ത് ഡോൾബി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ പരസ്യം പടയോട്ടം എന്ന സിനിമയൊക്കെ, അതൊക്കെ കണ്ടിരിക്കുമ്പോഴുള്ള ഒരു വിഷ്വൽ ഭംഗി, അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭംഗി കൂടി ഈ ഭക്തിക്ക്. അപ്പോൾ നമ്മളെ അവിടെ എത്തിക്കാൻ അതിന് വളരെ എളുപ്പം സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മഹാഭാഗ്യം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. പെട്ടെന്ന് തന്നെ വീണ്ടും കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ സംഭവിക്കട്ടെ എന്ന്